നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇന്ത്യ സഖ്യത്തിനും രാഷ്ട്രീയ എതിരാളികൾക്കും എതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് BJP. ഇങ്ങനൊരു വാർത്ത കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ഇത്ര പുതുമ എന്നല്ലേ? ഉണ്ടെന്നേ, ഒരു പുതുമയുണ്ട്. വിമർശന രീതിയാണ് പുതുമ. പണി കൊടുക്കുമ്പോൾ ന്യൂജനായിട്ട് തന്നെ പണി കൊടുക്കണം. BJP കുറച്ച് മോഡേൺ ആവാന്ന് കരുതി ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നില്ലേ, എന്താണ് സംഭവം എന്ന് കൂടി അറിയണ്ടേ? രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, സ്റ്റാലിൻ, തേജസ്വി യാദവ് എന്നിവരുടെ അജണ്ടകളെ വിമർശിക്കുകയും ഈ പറഞ്ഞ ഒറ്റ ഒരെണ്ണത്തെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് മീം ട്രോൾ വഴിയാണ് BJPയുടെ താക്കീത്. രസകരമായ ഈ ട്രോൾ പോസ്റ്റേഴ്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പപ്പുമോൻ, രാജവംശ പ്രഖ്യാപിത രാജകുമാരൻ, അതായത് നെഹ്റു കുടുംബം സ്വയം പ്രഖ്യാപിച്ച രാജകുമാരൻ. രാജ്യത്ത് ജാതി ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ച് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ED പേടിച്ച് നടക്കുന്ന പരുവമായ രാജകുമാരൻ. പുള്ളിക്കാരൻ ജയിൽവാസത്തിനായി വെയിറ്റിംഗ് ആണ്. കിടപ്പാടം ED എന്തായാലും കൊണ്ടുപോകും, പിന്നെ ജയിലേ ശരണം. അത് കഴിഞ്ഞ് മമതാ ബാനർജി, ബംഗാളിന്റെ സ്വേച്ഛാധിപതി. വ്യാജ ആധാർ കാർഡുകൾ സൃഷ്ടിക്കാൻ മിടുക്കി. സംസ്ഥാനത്ത് അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെ താമസിപ്പിക്കുന്നതിനായാണ് പുള്ളിക്കാരിയുടെ ഈ പ്രവൃത്തി. അനധികൃതമായി താമസിക്കുന്നവരെ സംരക്ഷിക്കുന്ന മൂർത്തി ഇമേജ് BJP തകർത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്റ്റാലിൻ. പറ്റിയ ടാഗാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നല്ലേ? വർഗീയ കമ്മ്യൂണിസ്റ്റ്. ആഹാ, ഇതാണ് കല. ഭാഷാ വിദ്വേഷം വളർത്തി സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ട്രോളിൽ എടുത്തു പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള DMK സർക്കാർ ഹിന്ദി ഭാഷയുടെ ഉപയോഗത്തെ പരസ്യമായി എതിർക്കുന്ന കാര്യം നമുക്കറിയാം. സ്റ്റാലിന്റെ മകനാണെങ്കിലോ ഉദയനിധി നേരത്തെ ഒരു പരാമർശം നടത്തി ഹിന്ദുക്കളെ അപമാനിക്കുകയും സനാതന ധർമ്മത്തെ മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളുമായി താരതമ്യം ചെയ്യുകയും അതിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യവുമില്ലാതെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ നോക്കണതല്ലേ സ്റ്റാലിൻ? ഇരിക്കട്ടെ ഇട്ടൊരു ഉഗ്രൻ പണി. അവസാനമായി RJD നേതാവും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ്. അദ്ദേഹം പിന്നെ പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്തോണ്ട് കുഴപ്പമില്ല. 10ാം ക്ലാസ് തോറ്റു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 9ലെ തോറ്റു. പ്ലിങ്. ഇതിലും വലിയ അടി കിട്ടാനേ ഇല്ല. ഇന്ത്യ സഖ്യത്തിനും സഖ്യത്തലവൻ രാഹുൽ ഗാന്ധിക്കും ഒരു പിരി ലൂസായ സ്റ്റാലിനും അധികാരം കാരണം ഭ്രാന്തായ മമതയ്ക്കും BJPയുടെ പുത്തൻ ട്രെൻഡി മീം ട്രോൾ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.